രാവിലെ എഴുന്നേറ്റ് സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയിട്ട് പടച്ചവനെ നീ ഞങ്ങൾക്ക് വല്ല ശർറുകളും വിധിച്ചിട്ടുണ്ടെങ്കിൽ വഖിനാ ശർറ മാ ഖളീ. തന്റെ ജോലി നേടിയിട്ട് ഓട്ടോയിൽ കയറി ഡ്രൈവ് ചെയ്തു പോകുമ്പോ, തന്റെ പണിയായുധങ്ങൾ എടുത്തുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ, താൻ തന്റെ ഹോട്ടലിൽ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഭക്ഷ്യസാധനങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോ, അതിലൂടെ തനിക്ക് ലഭ്യമാകാനുള്ള വരുമാനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രം നിങ്ങൾ തവക്കുലാക്കിയിട്ട് കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി പറയുകയാണ്, തുർസഖൂന കമാ തുർസഖുത് തുയൂർ. പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് അല്ലാഹു ആഹാരം നൽകുന്നതാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാ? അവ നമ്മളെപ്പോലെ ചോറ് വെക്കുന്നില്ല. അവക്കുള്ള പുഴുക്കൾ, അവക്കുള്ള ധാന്യങ്ങൾ എല്ലാം അല്ലാഹു ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അത് കാരണത്താൽ പ്രഭാതത്തിൽ കൂടുകളിൽ നിന്ന് ഒട്ടിയ വയറുമായിട്ട് ഇറങ്ങുന്ന ആ പറവകൾ വൈകുന്നേരം കൂടുകളിലേക്ക് മടങ്ങുന്നത് നിറവയറായിട്ടാണ്. ഭക്ഷണ സാധനങ്ങൾ ആവശ്യത്തിന് ലഭ്യമായിട്ട് സന്തോഷിച്ചിട്ടാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ആരാണ് ആ പക്ഷികൾക്ക് ആഹാരം നൽകുന്നത്? അല്ലാഹു പറയുകയാണ്, വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. അവക്കുള്ള ഭക്ഷ്യസാധനങ്ങളുടെ താവളം എവിടെയാണ്, അവക്കുള്ള സൂക്ഷിപ്പ് സ്ഥലം എവിടെയാണ്, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അറിയാം.